യെശയ്യാ പ്രവചനത്തിൻ്റെ 35-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ ഗാനാലാപത്തോടെ സിയോനിൽ പ്രവേശിക്കും. എങ്ങനെ പ്രവേശിക്കുമെന്ന? ഗാനാലാപത്തോടെ സിയോനിൽ പ്രവേശിക്കും. വചനം പറയുകയാണ്, നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും. ഗാനാലാപത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിത്യമായ സന്തോഷം ഒരു ജനത്തിന്, ഒരു സമൂഹത്തിന് ദൈവം പ്രദാനം ചെയ്യുക. വീണ്ടും പറയുകയാണ്, അവർ സന്തോഷിച്ചുല്ലസിക്കും, ദുഃഖവും നെടുവീർപ്പും അവരെ വിട്ടുപോകും. ദുഃഖവും നെടുവീർപ്പും വിട്ടുപോകും. അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന സമൂഹം നിറയുക. വലതുകരം ഉയർത്തിയൊരു ഹാലലുയ പറഞ്ഞേ, ഹാലലുയ. കരങ്ങളൊന്ന് വീശിയ ഹാലേലുയ. അല്പം കൂടി ഉണർവോടെ ഹാലേലുയ. രണ്ട് കരവും ഉയർത്തിയൊരു ഹാലലുയ പറഞ്ഞേ, സ്വരമുയർത്തി ഹാലേലുയ. ഈ സ്തുതി ആരാധനയിൽ നമ്മെ സഹായിക്കുന്നത് ഷാലോം ശുശ്രൂഷകയായ ബിന്ദു ഫ്രാൻസിസ് ആണ്. ബിന്ദുവിനോട് ചേർന്ന് നല്ല ദൈവത്തെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. അത്ഭുതങ്ങളുടെ ഈ രാത്രിയിൽ ഈശോ നമ്മെ ഈ ശുശ്രൂഷയിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, വേദനകളുണ്ട്, നൊമ്പരങ്ങളുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ ഈ രാത്രി നമുക്ക് വേണ്ടി ഈശോ ഒരുക്കിയ രാത്രിയാണ്. പല പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമെല്ലാം ഈശോ ഈ ശുശ്രൂഷയിലേക്ക് നമ്മെ ഇന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരത്ഭുതം കാണുവാൻ നമ്മുടെ കണ്ണുകളെ അവിടെ നിന്ന് ഒരുക്കുന്നു, നമ്മുടെ മനസ്സുകളെ അവിടെ നിന്ന് ഒരുക്കുന്നു. നമുക്ക് വലിയ വിശ്വാസത്തോടെ ഈശോയിനെ ആരാധിക്കുവാനായി നമുക്കൊരുങ്ങാം. യെശയ്യാ പ്രവചനങ്ങളിൽ 59-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നമുക്ക് വിശ്വസിക്കാം, വിശ്വാസത്തോടെ നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റുപറയാം. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അതെ, നമുക്ക് വേണ്ടി ഈശോ നൽകിയ വചനമാണിത്. നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇന്നേതെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പ്രതിസന്ധികളുണ്ടെങ്കിൽ അവയെല്ലാം കേൾക്കുവാൻ, അവയ്ക്കെല്ലാം ഉത്തരം നൽകുവാൻ നമ്മുടെ തമ്പുരാൻ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ആ ഒരു വലിയ വിശ്വാസത്തിലേക്ക്, ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഈ നിമിഷങ്ങളിൽ അനുഭവിക്കാം. നമ്മുടെ ഹൃദയങ്ങളിൽ ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് സമയം, രക്ഷിക്കാൻ കഴിയാത്ത വിധം കുറുകിപ്പോകാത്ത കരങ്ങളുള്ളവൻ, അതെ, നമ്മളുടെ പ്രാർത്ഥനകൾക്ക് നേരെ കാതുകൾ കൂർപ്പിച്ചിരിക്കുന്ന നമ്മുടെ പൊന്നു തമ്പുരാനെ നമുക്കൊരു നിമിഷം ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ നല്ല ദൈവത്തെ നമുക്ക് കുറച്ച് സമയം നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കൊന്ന് ആരാധിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഇടപെടുന്നവൻ, പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ ഉത്തരമായി നമ്മെ ഇന്ന് സമീപിക്കുന്നവൻ, അവൻ നമ്മുടെ അരികിലായിരിക്കുന്നു. ആ ഈശോയെ കണ്ടുകൊണ്ട് മനസ്സിൽ നമുക്ക് കുറച്ച് സമയം ശാന്തമായ സ്വരത്തിൽ ഈശോയെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് ആ സൗഖ്യവും വിടുതലും എല്ലാം നമുക്ക് സ്വന്തമാക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ അവിടത്തേക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രശ്നം എന്തുമാത്രം വലുതാണെങ്കിലും ഈശോയെ അവിടുത്തെ മുൻപിൽ അതിനെല്ലാം ഉത്തരമുണ്ട്. കർത്താവെ, ഞങ്ങൾ ഏറ്റുപറയുന്നു, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജെറമ്യാ പ്രവചനങ്ങളിൽ 32-ാം അധ്യായം 27-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? നമ്മളുടെ ജീവിതത്തെ നോക്കിയാണ് ഈശോ ഇന്ന് ഈ ചോദ്യം ചോദിക്കുന്നത്.
ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടുന്നുണ്ടാകാം. ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ കയറണമെന്നറിയാതെ ഒരുപക്ഷെ നീറുന്ന വിങ്ങുന്ന ഹൃദയവുമായിട്ടായിരിക്കാം നമ്മളിവിടെ ആയിരിക്കുക. എൻ്റെ ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ ദൈവത്തിന് ഇടപെടാൻ ദൈവം പോലും ഇടപെടുന്നില്ലോ എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം. എൻ്റെ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നിന്ന് ആരും എന്നെ ഒന്ന് സഹായിക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ സഹായിക്കുമെന്ന് കരുതിയവർ ആരും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ, ആരും ഒരു സഹായവുമായി എൻ്റെ അടുത്ത് എത്തുന്നില്ലല്ലോ എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചവൻ ഇന്നിതാ നമ്മളുടെ ഈ പ്രശ്നങ്ങളുടെ മുൻപിലും ഈ പ്രതിസന്ധികളുടെ മുൻപിലും നമ്മോടും അവിടെ നിന്ന് ചോദിക്കുന്നു, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് വിട്ടുകൊടുക്കാം, നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കാം. പലപ്പോഴും പ്രശ്നങ്ങളിലെ പ്രതിസന്ധികളിൽ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, നമ്മുടെ പരിചയങ്ങൾ വെച്ചെല്ലാം നമ്മൾ ആ പ്രശ്നങ്ങളിൽ നേരിടാനുള്ള വഴികൾ നമ്മൾ നോക്കും. എന്നാൽ ഇതെല്ലാം പരാജയപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് കർത്താവിലാണ്. വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. സങ്കീർത്തനങ്ങൾ 46:1 നമ്മൾ വായിക്കുന്നു, കഷ്ടതയിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഈ നിമിഷങ്ങളിൽ ആ സങ്കേതമായ കർത്താവിനെ നമുക്കൊന്ന് ആരാധിക്കാം. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യ നിമിഷങ്ങളിൽ നിറയട്ടെ. എൻ്റെ ജീവിതത്തിൽ സുനിശ്ചിതമായ തുണയായി, മറ്റാരും എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും മറ്റാരും എന്നെ സഹായിച്ചില്ലെങ്കിലും എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. അതെ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തൻ, തൻ്റെ വചനങ്ങളിലൂടെ നമ്മോടിങ്ങനെ എല്ലാം അരുളിയവൻ അത് നമ്മോടൊപ്പമുണ്ട്. നമുക്ക് ഈ നിമിഷങ്ങളിലൊന്ന് ഓർത്തു നോക്കാം. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ നടത്തിയ വഴികൾ, ഒരുപാട് പ്രശ്നങ്ങളുടെ മുൻപിൽ, പ്രതിസന്ധികളുടെ മുൻപിൽ മുൻപോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാതെ നിറഞ്ഞ നാളുകളിൽ ചെങ്കടലിൽ ഇസ്രായേൽ ജനത്തിന് വഴി തെളിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ പുതിയ പാതകൾ തെളിച്ചു തന്നിട്ടുണ്ട് കർത്താവ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. ഒരു പ്രശ്നം വരുമ്പോൾ പലപ്പോഴും നമ്മൾ കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ കർത്താവിനെ മറന്നു പോകുന്നു. പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ പലപ്പോഴും നമ്മുടെ മനസ്സുടക്കി പോകുന്നു. നമുക്ക് ഈ നിമിഷങ്ങളിൽ കണ്ണുകളോടടച്ച് ധ്യാനിക്കാം. എത്രയോ പ്രതിസന്ധികളിൽ അവിടെ നിന്നെ താങ്ങിയിട്ടുണ്ട്. എത്രയോ രോഗത്തിൻ്റെ വേളകളിൽ അവിടുന്ന് ആശ്വാസമായി, സൗഖ്യമായി എൻ്റെ ജീവിത മേഖലകളിൽ ഇടപെട്ടിട്ടുണ്ട്. ഒരു ജോലിയില്ലാതെ ഞാൻ അലഞ്ഞപ്പോൾ നല്ലൊരു ജോലിയുമായി അവിടെ നിന്നെ സമീപിച്ചില്ലേ? ഒരു വിവാഹാന്തസ്സിലേക്ക് കടക്കുവാൻ കഴിയാതെ ഞാൻ വിഷമിച്ചപ്പോൾ അനുയോജ്യമായ ജീവിത പങ്കാളിയെ തന്നെ കൂട്ടിച്ചേർത്ത് തന്ന് അവൻ എന്നെ സഹായിച്ചില്ലേ? എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാം അവൻ തന്ന ദാനങ്ങളായിരുന്നു. പതറിപ്പോകുമെന്ന്, ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ലെന്ന് കരുതിയ നാളുകളിലെല്ലാം സഹായവുമായി അവൻ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ അവൻ നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട് ഇന്നത്തെ എൻ്റെ പ്രശ്നങ്ങൾക്ക് നടുവിൽ വീണ്ടും നമുക്കവനെ ക്ഷണിക്കാം. മറ്റാരുടെയും അനുഭവങ്ങൾ വേണ്ട. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഈശോ നയിച്ച വഴികളും അനുഭവങ്ങളും മാത്രം മതി ഇന്നത്തെ എൻ്റെ പ്രശ്നങ്ങൾക്ക് മുൻപിൽ എൻ്റെ ഈശോയെ എനിക്ക് ആശ്രയിക്കുവാൻ. ഈശോയെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ അങ്ങയോട് ചേർന്ന് എന്നെ നയിച്ച വഴികളെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. പ്രശ്നങ്ങളിലെ, പ്രതിസന്ധികളിൽ താങ്ങായി വന്ന അവിടുത്തെ സ്നേഹത്തെ ഞാൻ ഓർക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ കർത്താവേ, ആരാധന, 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 ആരാധന. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം.
യെശയ്യാ പ്രവചനങ്ങൾ 43 അധ്യായം 1 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ഇതിൽ കൂടുതൽ ഒരാശ്വാസം നമുക്ക് മറ്റെന്താണ് വേണ്ടത്? നീ എൻ്റേതാണ് എന്ന് പറഞ്ഞ് നമ്മെ ചേർത്ത് പിടിക്കുന്ന കർത്താവ് ഇന്നും നമ്മോടൊപ്പമായിരുന്ന് നമ്മെ ശക്തിപ്പെടുത്തി നമ്മെ നയിക്കുന്ന കർത്താവ്, നമ്മെ രക്ഷിക്കുന്നവൻ, ഇന്നും ജീവിക്കുന്നവൻ, ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്നവൻ, ആ ദൈവം നമ്മോടൊപ്പമുണ്ട്. മനസ്സ് നിറയെ ആ നാഥനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊന്നും ആ ദൈവത്തിന് മുൻപിൽ ഒന്നുമല്ല. അവൻ്റെ മുൻപിലേക്ക് എല്ലാം വിട്ടുകൊടുക്കുക. പ്രിയപ്പെട്ടവരെ, എല്ലാം മറന്ന് ഇന്നും ജീവിക്കുന്നവനായ, കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കരുതി പരിപാലിക്കുന്നവനായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അതെ, എൻ്റെ പേര് തൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന കർത്താവ്, അവൻ നമ്മോടൊപ്പമുണ്ട്. നമ്മെ ഇന്ന് സഹായിക്കും. നമ്മുടെ ജീവിതത്തിലും ഇന്ന് അവിടെ ഇടപെടും. നമുക്ക് ഈ നിമിഷങ്ങളിൽ കരങ്ങൾ അടിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടുകൂടി ഇന്ന് നമ്മുടെ സാന്നിധ്യത്വം നൽകി നമ്മെ അനുഗ്രഹിക്കുന്നവൻ, ഇന്നും നമ്മെ രക്ഷിക്കുന്നവൻ, ആ ദൈവത്തെ നമുക്ക് ഒന്ന് ചേർന്ന് വലിയ സന്തോഷത്തോടെ കരങ്ങൾ അടിച്ച് ആടിപ്പാടി അവനെ ആരാധിക്കാം. ജീവിക്കുന്ന ദൈവം, അവൻ എന്നെ രക്ഷിക്കുന്ന ദൈവം, എന്നെ കൺമണിയായി ഉള്ളം കയ്യിലെന്നും നിധി പോൽ കാത്തിടുന്ന ദൈവം. ഇന്നും ജീവിക്കുന്ന ദൈവം, അവൻ എന്നെ രക്ഷിക്കുന്ന ദൈവം, എന്നെ കൺമണിയായി ഉള്ളം കയ്യിലെന്നും നിധി പോൽ കാത്തിടുന്ന ദൈവം. ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ, പെരുമഴ പോലെ കാറ്റിരമ്പ് പോലെ കടലല പോലെ സ്തുതിച്ചിടുവിൻ. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ, പെരുമഴ പോലെ കാറ്റിരമ്പ് പോലെ കടലല പോലെ സ്തുതിച്ചിടുവിൻ. മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന് അരുളി ചെയ്തവൻ, ആ ദൈവം നമ്മോടൊപ്പമുണ്ട്. ആരൊക്കെ എന്നെ മറന്നാലും എൻ്റെ ഈശോ എന്നോടൊപ്പമുണ്ട്. കഷ്ടതയിൽ, എൻ്റെ കഷ്ടതയുടെ കാലത്ത് എൻ്റെ കോട്ടയും അഭയവുമായവൻ എൻ്റെ ഈശോ എന്നോടൊപ്പമുണ്ട്. ആ വലിയ ബോധ്യത്തോടുകൂടി, വലിയ സന്തോഷത്തോടുകൂടി ഇത്രമാത്രം ദൈവം അടുത്തുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളതെന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത്രമാത്രം നമ്മെ കരുതുന്നവൻ, അവന്റെ മുൻപിൽ വലിയ സന്തോഷത്തോടെ നമുക്ക് ആരാധിക്കാം. ഒരു നാളും മറക്കില്ല എൻ ദൈവം. ആരൊക്കെ എന്നെ മറന്നാലും ഒരു നാളും മറക്കില്ല എൻ ദൈവം. ക്ലേശകാലത്തെന്നും അഭയം നൽകാൻ അവൻ തന്റെ കൂടാരം എനിക്കു തരും. ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ, പെരുമഴ പോലെ കാറ്റിരമ്പ് പോലെ കടലല പോലെ സ്തുതിച്ചിടുവിൻ. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ, പെരുമഴ പോലെ കാറ്റിരമ്പ് പോലെ കടലല പോലെ സ്തുതിച്ചിടുവിൻ. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് അരുളിയവൻ നമ്മോടൊപ്പമുണ്ട്. ഈ ദിനം ഒരത്ഭുതം എൻ്റെ ജീവിതത്തിലും കാണുവാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്തും. അവന് വലിയ ബോധ്യത്തോടുകൂടി അത്ഭുതങ്ങൾ കാണിക്കുന്നവനായ കർത്താവിൻ്റെ മുമ്പിൽ അവനെ നമുക്ക് ആരാധിക്കാം.
എന്റെ ഉള്ളം മെഴുകായൊരുകിയ നേരം എനിക്കവൻ ആശ്വാസം പകർന്നു തന്നു. എന്റെ ഉള്ളം മെഴുകായൊരുകിയ നേരം എനിക്കവൻ ആശ്വാസം പകർന്നു തന്നു. അത്ഭുതങ്ങൾ കാണാൻ കണ്ണിറയെ കാണാൻ എന്നെ യേശുനാഥനെ പാടി സ്തുതിക്കാം. അത്ഭുതങ്ങൾ കാണാൻ കണ്ണിറയെ കാണാൻ എന്നെ യേശുനാഥനെ പാടി സ്തുതിക്കാം. കരങ്ങളുയർത്തി ചേർന്ന് ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ. പെരുമഴ പോലെ കാറ്റിരമ്പു പോലെ കടലല പോലെ സ്തുതിച്ചിടുവിൻ. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ. പെരുമഴ പോലെ കാറ്റിരമ്പു പോലെ കടലല പോലെ സ്തുതിച്ചിടുവിൻ. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ. പെരുമഴ പോലെ കാറ്റിരമ്പു പോലെ കടലല പോലെ സ്തുതിച്ചിടുവിൻ. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ. പെരുമഴ പോലെ കാറ്റിരമ്പു പോലെ കടലല പോലെ സ്തുതിച്ചിടുവിൻ. ഹല്ലേലൂയ. കരങ്ങളുയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. നന്ദി കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കാണുവാൻ ഞങ്ങൾ ഇന്ന് അങ്ങേ ആരാധിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ ഇടപെടുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. നീ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് മതിയായവനാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും ജീവിക്കുന്നവനായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ആരാധന, 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 ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എന്നെ തന്നെ നമുക്ക് സമർപ്പിക്കാം. എൻ്റെ ജീവിതത്തിൽ മതിയായവൻ, എന്നെ രക്ഷിക്കുന്നവൻ, ഇന്നും ജീവിക്കുന്നവൻ, എന്നെ ഒരു നിധി പോലെ തൻ്റെ ഉള്ളം കയ്യിൽ കാത്തു പരിപാലിക്കുന്നവൻ എൻ്റെ ഈശോ. ആ ഈശോയെ നമുക്ക് സ്നേഹിക്കാം, ആ ഈശോയെ നമുക്ക് ആരാധിക്കാം. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ജെറമിയ 31:3 അവിടുന്ന് നമ്മോട് അരുളി ചെയ്യുന്നു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. അതെ, അനന്തമായ സ്നേഹത്താൽ നമ്മെ സ്നേഹിക്കുന്നവൻ, ഒരുപക്ഷെ പെറ്റമ്മ മറന്നാൽ പോലും ഒരിക്കലും മറക്കാത്തവൻ, ഏത് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും രോഗങ്ങളിലും വേദനകളിലും എല്ലാം എന്നെ തള്ളിക്കളയാതെ എന്നോട് കൂടെ നിൽക്കുന്നവൻ ആ ഈശോ നമ്മോടൊപ്പമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മെ അനുഗ്രഹിക്കും. ഈ അത്ഭുതങ്ങളുടെ രാത്രി അവൻ വിടുതലായി, സൗഖ്യമായി, സാന്ത്വനമായി, ആശ്വാസമായി നമ്മെ തേടി വരും. അതെ, അവൻ നമ്മുടെ തൊട്ടരികിലുണ്ട്. ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട്, ആ ആശ്വാസം അനുഭവിച്ചുകൊണ്ട്, ആ സൗഖ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് വരുന്ന ശുശ്രൂഷകളിലേക്ക് കടക്കാം. ശാന്തമായിരുന്നു കൊണ്ട് ഹൃദയത്തിൽ അവനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കാം.